ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 245 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബൈബിളിലെ അവസാനത്തെ പ്രവാചകനായിരിക്കുന്ന പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ മലാഖി പ്രവചനത്തെ പറ്റി നമുക്ക് അല്പനേരം ചിന്തിക്കാം. BC 430 മുതൽ 400 വരെ മലാഖി എന്നതിന്റെ അർത്ഥം സന്ദേശവാഹകൻ, പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്നവൻ. മലാഖി പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. മലാഖി പ്രവചനം എഴുതുമ്പോൾ യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിയർ അടിമത്വത്തിൽ നിന്നും മടങ്ങി സ്വന്തം നാട്ടിൽ വന്ന് ആ കാലയളവിൽ ജനങ്ങളെ ശക്തിയേറി സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ശക്തനായ ഒരു പ്രവാചകനാണ് മലാഖി. അവർ മടങ്ങി വന്നെങ്കിലും അവർ ആത്മീയമായിട്ട് വളരെ അധപ്പതനമുണ്ടായി. കാരണം നീണ്ട വർഷങ്ങൾ അന്യജാതികളുടെയും അന്യ ആരാധനകളുടെയും അടിമകളായി ജീവിച്ചത് കൊണ്ട് അവർ വാസ്തവത്തിൽ ഒരു സത്യ ആരാധനയിൽ അവരാകാതെ വണ്ണം ആ നിലവാരത്തിലെ മുന്നോട്ട് പോയ ജനമാണ് മടങ്ങി വന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാധന വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും. അന്നേരം ഈ ജനത്തെ നന്നാക്കുന്നതിന് വേണ്ടി, ആത്മീയമായിട്ട് നന്നാക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മലാഖി എന്ന് നാം ഓർത്തു. തന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലില്ല. സത്യസന്ധനായ പ്രവാചകൻ അത് വളരെ വിരളമാണ്. സത്യം മാത്രം പറയും. ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊന്നും തന്റെ പ്രവചനത്തിനകത്തെ കയറ്റിയില്ല. ദൈവം എന്തു പറയുന്നുവോ അത് ജനത്തോട് പറയാന്നല്ലാതെ കൂട്ടുകയുമില്ല, കുറയ്ക്കുകയുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. ഏലിയാവിനെ പോലെ മൂർച്ചയുള്ള വാക്കുകളാണ് തന്റെ പ്രവചനത്തിനകത്തെ ദൈവം കൊടുത്തത്. അതുപോലെ പറഞ്ഞിരിക്കുന്നു. 4 അധ്യായവും 55 വാക്യങ്ങളാണ് ഉള്ളത്. 1-ാം അധ്യായം ആരാധന വിഷയത്തിൽ പരാജയപ്പെട്ട യഹൂദനെ നന്നാക്കാൻ വേണ്ടി വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ആരാധനയിൽ അവർ പരാജയപ്പെട്ടു. ആരാധനയിൽ പരാജയപ്പെടുമ്പോൾ അപ്പനെയോ അമ്മയോ ബഹുമാനിക്കാത്ത അവസ്ഥയിലേക്ക് ഇവർ വന്നു. ഇന്ന് ഈ കാലയളവിൽ നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മുടെ ആരാധന വാസ്തവമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലയോ എന്ന് നമ്മൾ ദിനംതോറും ചിന്തിക്കണം. നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയുമെന്ന് വിചാരിച്ച് പോകുന്നവർ ഒത്തിരി പേരുണ്ട്. ആരാധനയിൽ കൈയടിക്കാത്തവര്, പാട്ടുപാടാത്തവര്, കർത്തൃമേശ എടുക്കാത്തവര്, സാക്ഷ്യം പറയാതെ വെറും അംഗത്വം മാത്രം പുതുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു നല്ല കൂട്ടം ആളുകൾ ഇന്ന് പലയിടത്തും ഉണ്ട്. എല്ലാ സഭകളിലും ഇല്ല എങ്കിലും ഒരു ഭാഗം അങ്ങനെ ഉണ്ട്. അവരെയൊക്കെ നന്നാക്കേണ്ട ചുമതല നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
തകർന്ന കുടുംബ ജീവിതങ്ങളെ, തകർന്നു എന്ന് പറഞ്ഞാൽ തരിപ്പണമായിപ്പോയി. അവരുടെ ജീവിതത്തില് സംഭവിക്കുന്നത് അന്യജാതിയിൽ നിന്നും സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തുടങ്ങി. ഹോവയാ ദൈവം പറഞ്ഞു, അത് ഞാൻ നിങ്ങളെ ഛേദിച്ചു കളയും. പ്രാർത്ഥനയോ ഒന്നും സാധ്യമല്ല. ഒരു അന്യദേവന്റെ അല്ലെങ്കിൽ അന്യദേവനെ സേവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തുടങ്ങി. ഇനിയും കല്യാണം കഴിച്ച പലരും ഉപേക്ഷിക്കാനും രണ്ടാമത് കല്യാണം കഴിക്കാനൊക്കെ തുടങ്ങി. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അത് നല്ലതല്ല. ശക്തമായിട്ട് പറയുന്ന ഉപേക്ഷണം വെറുക്കുന്നു. ഇന്ന് നമ്മുടെ ഈ കേരളക്കരയിലെ, ഞാൻ പറയുന്ന വിശ്വാസികളുടെ ബന്ധത്തിലല്ല, വലിയൊരു കൂട്ടം ആളുകൾ ഡൈവേഴ്സിൽ ആയിരിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു കാലയിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ കേരളം. ഇത് പൊതുവെയുള്ള കാര്യമാണ് എന്നും കൂടെ ഓർപ്പിച്ചു. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, മലാക്കി പറയും 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഇത് നല്ലൊരു കൂട്ടം ആളുകൾ പിന്മാറ്റത്തിൽ പോയി. ദൈവം വിളിച്ചു പറയുക, മടങ്ങി വരിക, മടങ്ങി വരിക. 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യമാണ്, മടങ്ങി വന്നില്ലെങ്കിലുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഇനി നമ്മുടെ ആത്മീയ സഭയിലേക്ക് നമുക്ക് വരാം. നമുക്കിന്ന് മടങ്ങി വരവിന്റെ പ്രസംഗം ആവശ്യമാണ്. മടങ്ങി വരവിന്റെ ദൂത് ആവശ്യമാണ്. വല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മുടെ ആത്മീയ മണ്ഡലം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടെ ഈ കാര്യത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. 3-ാം അധ്യായത്തിൽ പറഞ്ഞ, നിങ്ങൾ ദശാംശം കൊടുക്കുന്നില്ല, കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനു വേണ്ടി കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ ആർക്കും അത് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇനി അവസാനത്തെ അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യ ന്യായവിധിയുടെ ചെറിയൊരു ഭാഗം വിളിച്ചു പറയുകയാണ്. 4-ാം അധ്യായത്തിന് 1-ാമത്തെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താവളിയാകും. വരുവാനുള്ളവൻ ആ ദിവസം വരും, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. കൂട്ടത്തിൽ അവസാനത്തെ കാര്യം പറയുന്നുണ്ട്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. തന്റെ പ്രവചനത്തിലെ ദൈവത്തിന്റെ വരവിനെ പറ്റി പറയുന്നുണ്ട്. ശക്തമായി പറയുന്നത്, ചൂള പോലെ കത്തുന്നൊരു ദിവസം, ഒന്നിനെ വെറുതെ പിടിയില്ല. എന്നാൽ അതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. ഇന്ന് ഈ ക്ലാസ്സോടുകൂടി പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ആ ലിസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരത്തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അധികം താമസമില്ല, കാലങ്ങൾ അധികമില്ല. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഞാൻ എന്നും പറയുന്നതാണ്, ഭാരതത്തിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വലിയ ഉണർവുണ്ടാകും. നിങ്ങളും അതിന്റെ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.